നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സർക്കാർ നടപ്പിലാക്കുന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങളെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു. ആലുശ്ശേരി ചൂടുകാട് ജലസംഭരണിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണിക്കാവ് പഞ്ചായത്തിൽ 6037 പേർക്ക് പെൻഷൻ നൽകാനായെന്ന് യു പ്രതിഭ MLA അഭിപ്രായപ്പെട്ടു. പഞ്ചായത്തിലെ വികസന സദസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിഭ. ലൈഫ് മിഷൻ വഴി 406 വീടുകൾ യാഥാർത്ഥ്യമാക്കിയ തണ്ണീർമുക്കം പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. തണ്ണീർമുക്കം പഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. PK മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ യുവജന വിഭാഗമായ ഫെയറിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സർക്കാർ നടപ്പിലാക്കുന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങളെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു. ആലുശ്ശേരി ചൂടുകാട് ജലസംഭരണിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനക്ഷേമം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കിഫ്ബി, അമൃത് പദ്ധതികളിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച ആലുശ്ശേരി ചൂടുകാട് ഉന്നതതല ജലസംഭരണികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്രയൊരുക്കി ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ് സർക്കാർ. കോവിഡ് കാലത്ത് പോലും കേരളത്തിൽ പട്ടിണി ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഇടപെടലുകൾ നടത്തിയെന്നും പ്രളയവും കോവിഡും മറ്റ് ദുരന്തങ്ങളും അതിജീവിക്കാൻ ജനങ്ങളും സർക്കാരും ഒറ്റക്കെട്ടായി നിന്നതിലൂടെ സാധിച്ചെന്നും മന്ത്രി പറഞ്ഞു. 28 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ആലുശ്ശേരി ജലസംഭരണി 11.73 കോടി രൂപ ചെലവിലും 16 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ചുടുകാട് ജലസംഭരണി 7.40 കോടി രൂപ ചെലവിലുമാണ് നിർമ്മിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ HSലാം MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, നസീർ പുന്നക്കൽ, AS കവിത, MG സതീദേവി, കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 3.5 വർഷത്തിനിടെ 42 ലക്ഷം പേർക്ക് കുടിവെള്ളം എത്തിക്കാനായെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു. പഴവങ്ങാടി ചന്ദനക്കാവ് ജലസംഭരണികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 3.5 വർഷത്തിനിടെ 42 ലക്ഷം പേർക്ക് കുടിവെള്ളം എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ആലപ്പുഴ നഗരസഭയിൽ അമൃത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പഴവങ്ങാടി ചന്ദനക്കാവ് ഉന്നതതല ജലസംഭരണികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷെ ഒരാള് നിരന്തരമായ ഒരു കാര്യം പറഞ്ഞെടുത്തു വന്നാലും കുറെ കൂടി സൂക്ഷ്മമായി പരിശോധിക്കും. അങ്ങനെ വരാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിതാന്തമായ ജാഗ്രതയാണ് ഞങ്ങളെ ആ വിഷയം കൂടുതലായി പഠിക്കാൻ അവസരമൊരുക്കിയത്. കിഫ്ബി, അമൃത്, റീബിൽഡ് കേരള തുടങ്ങിയ പദ്ധതികൾ വഴിയാണ് പ്രവർത്തനം നടപ്പിലാക്കിയത്. ഏകദേശം 1600 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നടത്താൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ അമ്പലപ്പുഴ MLA HSലാം അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആദ്യദരിദ്രരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പുനർനിർമ്മിച്ച വെള്ളാപ്പള്ളി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിദരിദ്രരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ആലപ്പുഴ നഗരസഭയിലെ CVU, പവർ ഹൗസ് എന്നീ വാർഡുകളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച വെള്ളാപ്പള്ളി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പല ഘട്ടങ്ങളിലായും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് ചോദിച്ചാൽ നിയമസഭയിൽ പറഞ്ഞ പോലെ ഞാൻ കുറെ കാലഘട്ടം ചെയ്യുന്നുണ്ട്. പക്ഷെ ചിത്രത്തിന്റെ പ്രശ്നങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നിയമസഭയിലുണ്ട്.
അപ്പൊ ഈ പറയുന്നത് പോലെ ഒരു വൈറ്റ് വെച്ച് നടത്തുന്ന മൈതാന പ്രശ്നം പോലെ പറയാനുള്ളതാകുന്നുണ്ട്. ചിത്രത്തിനൊക്കെ ആയിട്ട് പാർട്ടിയുടെ സമയം കൊണ്ടുപോകുന്നതുകൊണ്ട് 10 മിനിറ്റ് 12 മിനിറ്റ് കിട്ടും. 12 മിനിറ്റ് എന്താ പറയാനാണ്. പക്ഷെ 10-12 മിനിറ്റ് കൊണ്ട് എന്റെ നിയോജകമണ്ഡലത്തിന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ ചിട്ടയായി പടിപടിയായി അവതരിപ്പിക്കും. ഭൂമി, വീട്, ഭക്ഷണം, തുടർ ചികിത്സ തുടങ്ങിയവ ആവശ്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിന് സർക്കാർ ചിട്ടയായി പ്രവർത്തിച്ചു. നവംബർ 1 ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേരളത്തിന് സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 3 കോടി രൂപ ചെലവിൽ സീവ്യൂ പവർ ഹൗസ് വാർഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി പാലത്തിന്റെ നിർമ്മാണം. 7.5 മീറ്റർ ക്യാരേജ് വീതിയിൽ ഇരുവശവും നടപ്പാത ഉൾപ്പെടെ 15.65 മീറ്റർ നീളത്തിൽ ജലഗതാഗതത്തിന് തടസ്സമാവാത്ത രീതിയിലാണ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചടങ്ങിൽ പി ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഭരണിക്കാവ് പഞ്ചായത്തിൽ 6037 പേർക്ക് പെൻഷൻ നൽകാനായെന്ന് യു പ്രതിഭ MLA പറഞ്ഞു. പഞ്ചായത്തിലെ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഭരണിക്കാവ് പഞ്ചായത്തിൽ 6037 പേർക്ക് സർക്കാരിന്റെ വിവിധ ക്ഷേമ പെൻഷനുകൾ ലഭ്യമാക്കാനായതായി യു പ്രതിഭ MLA പറഞ്ഞു. ഭരണിക്കാവ് പഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. 568 വീട് ചെറിയ കാര്യമാണോ? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറയും, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു സമയം, ഞാൻ 172 വീട് കൊടുത്തു. ഞാനല്ല കൊടുത്തത്, അന്നത്തെ സഖാവ് VS കൊടുത്തേ. EMS സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി. ഇന്ന് ആശ്രയനോട് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞങ്ങളൊക്കെ കൊടുത്തു. ഞാൻ അന്ന് സന്തോഷിക്കുക. 172 പാവപ്പെട്ട മനുഷ്യർക്ക് വീട് കൊടുക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറം എന്ത് കാര്യമാണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത്? ആ ഗവൺമെന്റിന്റെ ഭാഗമായി, പഞ്ചായത്തിന്റെ ഭാഗമായി എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യുന്ന കൂടെ ചെയ്തതാണ് 172 വീട്. ഇന്നും എനിക്ക് സന്തോഷമാണ് അത് ഓർക്കുമ്പോൾ. ഇവിടെ ദീപ ഔദ്യോഗിക ജീവിതത്തിൽ ദീപയ്ക്ക് രേഖപ്പെടുത്താം, ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ ഗവൺമെന്റ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി 568 വീട് എൻ്റെ കാലത്ത് കൊടുത്തു. അതിപ്പരൊക്കെ എന്ത് സന്തോഷിക്കാനുണ്ട് നമ്മുടെയൊക്കെ ഈ ഒരു കൊച്ചു ജീവിതത്തിൽ. സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് സുരക്ഷിതമായ ഭവനമൊരുക്കാൻ ലൈഫ് ഭവന പദ്ധതിയിലൂടെ സാധിച്ചു. ആരോഗ്യ മേഖലയിലും വലിയ മുന്നേറ്റമാണ് സർക്കാർ നടത്തുന്നതെന്നും പ്രതിഭ MLA കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ദീപ അധ്യക്ഷത വഹിച്ചു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി പഞ്ചായത്തിന്റെ വികസന രേഖ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. റിസോഴ്സ് പേഴ്സൺ R ജോസ് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും പഞ്ചായത്ത് സെക്രട്ടറി KG ഹരികുമാർ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളും അവതരിപ്പിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ R ഗംഗാധരൻ ഓപ്പൺ ഫോറം നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ വികസന സദസ്സിൽ സംബന്ധിച്ചു. ലൈഫ് മിഷൻ വഴി 406 വീടുകൾ യാഥാർത്ഥ്യമാക്കിയ തണ്ണീർമുക്കം പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് അഭിപ്രായപ്പെട്ടു. തണ്ണീർമുക്കം പഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലൈഫ് മിഷൻ പദ്ധതി വഴി 406 വീടുകൾ യാഥാർത്ഥ്യമാക്കിയ തണ്ണീർമുക്കം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരവും പ്രശംസാർഹവുമാണെന്ന് കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് അഭിപ്രായപ്പെട്ടു. തണ്ണീർമുക്കം പഞ്ചായത്തിന്റെ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭവനരഹിതർക്ക് കിടപ്പാടമൊരുക്കുന്ന ലൈഫ് പദ്ധതിയിൽ ജില്ലയിൽ ഏറെ മുന്നിലാണ് തണ്ണീർമുക്കം പഞ്ചായത്ത്. 406 കുടുംബങ്ങൾക്ക് പുതുജീവിതമാണ് പഞ്ചായത്ത് ഒരുക്കി നൽകിയത്. 5 വർഷത്തെ വികസനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഫുൾ A+ നേടിയുള്ള മുന്നേറ്റമാണ് തണ്ണീർമുക്കം കാഴ്ചവെക്കുന്നതെന്നും ടൂറിസം, കാർഷിക മേഖലകളിലെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി മുന്നേറണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VS ഷാജി, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് R നാസർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സീന സുർജിത്ത്, മിനി ലെനിൻ, VS സുരേഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി G അനിൽകുമാർ, റിസോഴ്സ് പേഴ്സൺ TF സെബാസ്റ്റ്യൻ,
മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സദസ്സിൽ സംബന്ധിച്ചു. PK മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ യുവജന വിഭാഗമായ ഫെയറിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സാമൂഹ്യ വികസന കാഴ്ചപ്പാട് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാണ്. വിജ്ഞാനത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജിയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇത് ഏത് കാലം നോക്കിയാലും കാണാൻ കഴിയും. നവോത്ഥാന കാലഘട്ടം കൊണ്ട് നോക്കിയാലും കാണാം. വിദ്യാഭ്യാസത്തിന് നവോത്ഥാന നായകന്മാർ ഉൾപ്പെടെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അറിവിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പഠിപ്പിച്ച ഗുരുദേവനെ കാണാൻ കേരളം. ജാതിയിൽ പിന്നോക്കം പെയ്യുന്ന കാരണത്താൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട സമയത്ത് പഞ്ചമി എന്ന പിന്നോക്ക ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ യുവജന വിഭാഗമായ ഫെയറിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കോവിഡിനെ തുടർന്ന് നിലച്ച ക്വിസ് മത്സരമാണ് പുനരാരംഭിച്ചത്. ഫെയറിന്റെ മുൻകാല പ്രവർത്തകനും ഫെയർ ക്വിസ് ക്ലബിന്റെ കൺവീനറുമായിരുന്ന ജെയ്സൺ ജെയിംസിന്റെ സ്മരണാർത്ഥമാണ് ഈ വർഷം മുതൽ ക്വിസ് മത്സരം നടത്തുന്നത്. ജില്ലയിലെ വിവിധ ഹൈസ്കൂളുകളിൽ നിന്നായി 50ഓളം ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരം H. സലാം MLA ഉദ്ഘാടനം നടത്തി. ഫെയർ പ്രസിഡന്റ് മിഥുൻ മഞ്ചേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് KP കൃഷ്ണദാസ്, കുഞ്ചൻ നമ്പ്യാർ സ്മാരക ഭരണസമിതി അംഗം A. ഓമനക്കുട്ടൻ, PTA പ്രസിഡന്റ് P. അരുൺകുമാർ, ഗ്രന്ഥശാല സെക്രട്ടറി NS ഗോപാലകൃഷ്ണൻ, ഫെയർ സെക്രട്ടറി S. മനോജ് എന്നിവർ സംസാരിച്ചു. പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ അക്ഷിത് ദീപു, നവതേജ് കിരൺ എന്നിവർ 1ാം സ്ഥാനവും, ഹരിപ്പാട് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീമാധവ്, കാശിനാഥ് എന്നിവർ 2ാം സ്ഥാനവും, പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അശ്വിൻ P. നായർ, SK ദേവാനന്ദൻ എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ HS പ്രധാനാധ്യാപിക P. ഇന്ദുലേഖ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ നടപ്പിലാക്കുന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങളെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു. ആലുശ്ശേരി ചൂടുകാട് ജലസംഭരണിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണിക്കാവ് പഞ്ചായത്തിൽ 6037 പേർക്ക് പെൻഷൻ നൽകാനായെന്ന് യു പ്രതിഭ MLA അഭിപ്രായപ്പെട്ടു. പഞ്ചായത്തിലെ വികസന സദസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിഭ. ലൈഫ് മിഷൻ വഴി 406 വീടുകൾ യാഥാർത്ഥ്യമാക്കിയ തണ്ണീർമുക്കം പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ്. തണ്ണീർമുക്കം പഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. PK മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ യുവജന വിഭാഗമായ ഫെയറിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.